എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെയ് 2-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഇന്ന് മുതൽ, അതായത് ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ, അത് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു ജില്ലയിലെ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷനും നേടുന്ന തമ്മിലുള്ള ആ ഒരു അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ടെമ്പററി അഡ്മിഷന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇത്ര മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്താലും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്താലും എങ്ങനെ ഫില്ല് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റിസൾട്ട് നോക്കിയ സമയത്ത് അത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെയാണ് പരിശോധിച്ചതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, നിങ്ങൾ എന്താണ് വിളിക്കുന്നത്, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ സ്വന്തമായിട്ടാണ് പരിശോധിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് പ്രിൻ്റ് എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്താണോ വിളിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് അടുത്തതായിട്ട് വേണ്ടത്, അതായത് ഒന്നാമത്തേത് നിങ്ങൾക്കറിയാം അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിലവിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം നിലവിൽ സ്കൂളിൽ നിന്ന് അത് വിതരണം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ SSLC റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും. SSLC റിസൾട്ട് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതിനുശേഷം സ്കൂളിൽ അത് കൊണ്ടുപോയാൽ മതി. SSLC സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സ്കൂളിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ അടുത്തത് വേണ്ടത് TC ആണ്. TC ഒറിജിനൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്, അത് നിർബന്ധമായിട്ടും ഈ ഒരു TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് പോലെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അപേക്ഷയിൽ എന്തെങ്കിലും ബോണസ് പോയിന്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്. ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ LSS, USS, NMMS, അതുപോലെ തന്നെ NTSC, ഇതുപോലെ വിവിധ പരീക്ഷകൾ, അതുപോലെ തന്നെ നിങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ടൈ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത്, നിങ്ങൾ EWS വിഭാഗത്തിൽ റിസർവേഷനായിട്ട് EWS ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കുക. ഇത് ഫോട്ടോ നിർബന്ധമൊന്നുമല്ല, എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ചിലപ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഫോട്ടോ എടുക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിന് 2 പേജ് ഉണ്ടാകും. 2 പേജും നിങ്ങൾ 2 PDF, അത് PDF അല്ല 2 A4 ഷീറ്റിൽ എടുക്കണം. കാരണം വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ഒരു A4 ഷീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എടുത്താൽ മതിയോ എന്നുള്ളത്. അങ്ങനെ എടുക്കേണ്ടതില്ല, നിങ്ങൾ 2 ഈ ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ പേജ് ഒരു
അതായത് A4 ഷീറ്റിലും രണ്ടാമത്തെ പേജ് മറ്റൊരു A4 ഷീറ്റിലും എടുക്കുക. രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് സ്കൂളിലുള്ളത്, അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ ഏതാണ്, കോഴ്സ് ഏതാണ്, ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിലാണ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ഈ ഫില്ല് ചെയ്യാണ്ട് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. ഇതിൽ നിങ്ങളുടെ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫീസാണ്. ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ നിങ്ങൾ ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏകദേശം ഒരു 1300 രൂപക്കുള്ളിൽ ഫീസ് വരുന്നതായിരിക്കും. മറ്റ് ഗ്രൂപ്പുകളാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെമ്പററി അഡ്മിഷന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം സ്കൂളിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ നിങ്ങൾക്ക് എവിടെ നിന്ന് ഫില്ല് ചെയ്യണോ അവിടെ നിന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രക്ഷിതാക്കളെയും കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളെയും കൂട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്കൂളിൽ നിന്ന് തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് വേണം അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്പോർട്സ് കോട്ടയിലെ എല്ലാവിധ ഡോക്യുമെൻസും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. കാരണം സ്പോർട്സ് കോട്ടയിലും പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും. അതും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഈ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു വിവിധ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാനായിട്ട് കൊടുത്തത് ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു ഡോക്യുമെൻറ്റൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ ഞാൻ നോ ആണ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കയ്യിൽ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് എന്നാണ് ടിക്ക് ചെയ്യേണ്ടത്. കാരണം ചില വിദ്യാർത്ഥികളുടെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒറിജിനൽ നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക. ഇനി ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. നിങ്ങൾ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ CBSEയുടെ ആ ഒരു രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് TC അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. കാരണം ഈ ഒരു 2 സർട്ടിഫിക്കറ്റിലും അഡ്മിഷൻ നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇവിടെയുള്ളത് TC നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് TC. അതായത് നിങ്ങളുടെ TCയിൽ ഒരു TC നമ്പർ ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് TC നൽകിയിട്ടുള്ളത് എന്നുള്ള ഡേറ്റും ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. അടുത്തതായിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ 2019 അല്ല 2024 എന്നാണ് ഉണ്ടാവുക. ഇത് 2019 ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അണ്ടർടേക്കിംഗ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് ഇൻ അനെക്സർ 11, അതായത് നിങ്ങൾ 2024 മുമ്പ് നിങ്ങൾ പാസ്സായതാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ വർഷം പാസ്സായതാണെങ്കിൽ നോ എന്നും, അതുപോലെ തന്നെ നിങ്ങൾ ഈ വർഷം അല്ല 2024 അതിനു മുമ്പ് പാസ്സായതാണെങ്കിൽ യെസ് എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ CBSE വിദ്യാർത്ഥികൾ അല്ല എങ്കിൽ പ്രത്യേകിച്ച് അവിടെയൊന്നും ചെയ്യേണ്ടതില്ല. യെസ് നോ എന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം, അതായത് ടൈപ്പ് ചെയ്ത് അതായത് ഈ ഒരു നിങ്ങൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രിൻ്റ് എടുത്ത ശേഷം മാത്രമേ ഇത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് വെദർ അറ്റാച്ച്ഡ് ആധാർ. നിങ്ങൾ ആധാർ കാർഡ് അപേക്ഷയിൽ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അടുത്തത് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതാനായിട്ടുണ്ട്. അത് ഇവിടെ എഴുതുക. അതുപോലെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ ഒരു ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ടൈ ബ്രേക്ക് അതായത് ക്ലബ് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതുക. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ആ ഒരു ബോണസ് പോയിന്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ രേഖപ്പെടുത്തുന്ന എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ്. നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അതായത് അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ 2 പേജ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേജ് ഞാൻ ജസ്റ്റ് കാണിക്കാത്തത്. അപ്പോൾ അതിന് ഏറ്റവും താഴെയായിട്ട് അലോട്ടഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അതിന് താഴെയായിട്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ഇൻ ദി സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജസ് ആണ് ഉള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അധിക സ്കൂളുകളിലും മലയാളം അതുപോലെ തന്നെ ഹിന്ദി എന്നിവ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ മാത്രം സ്പാനിഷ്, ജർമ്മനി ഇതുപോലുള്ള ഭാഷകളും ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ചില സ്കൂളിൽ ഉറുദു അതുപോലെ തന്നെയുള്ള സംസ്കൃതം ഇതുപോലുള്ള സെക്കൻഡ് ലാംഗ്വേജസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ് ആ ഒരു സ്കൂളിൽ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ഏഴാമത്തെ ഓപ്ഷൻ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറാണ്. ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ, അതുപോലെ ഇവിടെ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് PTA ഫണ്ട് എത്രയാണ്, അതുപോലെ PTA ഡൊണേഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു ഫീസ് നിർബന്ധമല്ല. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുള്ളത് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ രജിസ്റ്റർ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കാസ്റ്റിൻ്റെ കാറ്റഗറി എന്താണ് അതാണ് എഴുതേണ്ടത്. അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ SSLC നിങ്ങൾ ജയിച്ച മാസം വർഷമാണ് എഴുതേണ്ടത്. നിങ്ങൾ ഈ വർഷം പാസ്സായതാണെങ്കിൽ മെയ് 2025 എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ അലോട്ടഡ് സ്കൂൾ ഡീറ്റെയിൽസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ചില വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറി ആയിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ ആയിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ആ ഒരു ഏറ്റവും രണ്ടാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ടുള്ള അലോട്ടഡ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അതെന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.